ശരിക്കും എനിക്ക് തോന്നിയിട്ടൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആരെയും കൊണ്ടും നല്ല കുട്ടിയാന്ന് പറയാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങനെ നമുക്കൊരു ടൈറ്റിൽ അങ്ങ് വീണ് കിട്ടിയാണ്ടല്ലോ, പിന്നെ ജീവിതകാലം മൊത്തം ഒരുമാതിരി ആ വട്ടത്തിനുള്ളിൽ കിടന്ന് കറങ്ങേണ്ടി വരും. നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, നമുക്കിഷ്ടമുള്ള രീതിക്ക് പുറത്ത് നടക്കാൻ പാടില്ല, നമുക്കിഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല, എന്തിന് നമുക്കിഷ്ടമുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. പ്രേമിച്ച് കഴിഞ്ഞാൽ പറയേ വേണ്ട, അപ്പം പറയും, ഓ അവൾ പിഴച്ചു പോയി, അവൾ അങ്ങനെ കണ്ണി കണ്ടവൻ്റെ പിന്നാലെ നടക്കുക, എന്തൊരു നല്ല കുട്ടിയാന്നാ വിചാരിച്ചേ. എന്നാൽ നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാന്ന് വെച്ചോ, അപ്പം നമ്മൾ പ്രേമിച്ച് എന്ത് പറയും? ഓ അല്ലേലും അങ്ങനെ തന്നെയാ, മിണ്ടാപ്പൂച്ച കാലടയ്ക്കുമെന്നാ, അല്ലേ? എന്നാൽ നമ്മൾ വായാടിയാണെങ്കിലോ, അപ്പോഴും പറയും, ഓ അവൾ കണ്ടില്ലേ കണ്ണിക്കണ്ടന്മാരുടെ കൂടെ നടന്ന് കൊഞ്ചി കുഴയാൻ നടക്കുക, തൻ്റെ ഇടം വായാടിത്തരം കണ്ടാണ്ടല്ലോ, അവളെ ഈ ലോകം അങ്ങ് തിരിച്ചു വെക്കണ പോലെ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് എങ്ങനെയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും, തുണി ഉടുത്തോണ്ട് നടന്നാലും തുണിയില്ലാതെ നടന്നാലും, നമ്മൾ ഹയർ സ്റ്റഡീസിന് പോയാലും ഇല്ലേലും എല്ലാത്തിനും കുറ്റം പറയും. നല്ലോണം പഠിച്ച ആളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒപ്പീനിയൻ പറഞ്ഞാൽ അവർ പറയും, ഓ കണ്ടോ പഠിച്ചതിൻ്റെ അഹങ്കാരമാണ്, ആൾക്കാരെ ഒന്നൊരു വിലയില്ല, വിനയമില്ല, ഒരു ബഹുമാനമില്ല, ഒരു തേങ്ങയില്ല എന്ന് പറയും. എന്നാൽ നമ്മളൊക്കെ പഠിക്കാത്ത ആൾക്കാരാണെങ്കിലോ അപ്പോൾ പറയും, ഓ ഒരു 10 വാക്ക് കൂട്ടി വായിക്കാൻ പോലും ഒരു തേങ്ങ അറിയാൻ മേല, എന്നിട്ട് അഭിപ്രായം പറയാൻ വന്നിരിക്കുക, ഒരു മൂലയ്ക്കെങ്ങാനും പോയിരിക്കണം. പഠിക്കാൻ വിട്ട സമയത്തേ പഠിക്കണമായിരുന്നു. ശരിക്കും ഇപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ പ്രശ്നം എന്താണ്? നമ്മൾ പഠിക്കുന്നതാണോ നല്ലത്, പഠിക്കാത്തതാണോ നല്ലത്, പ്രേമിക്കുന്നതാണോ നല്ലത്, പ്രേമിക്കാത്തതാണോ നല്ലത്, എങ്ങനെ ഇപ്പോൾ ജീവിക്കേണ്ടേ? പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കുക. ഇനി കല്യാണം കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ കല്യാണം കഴിക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ചോദിക്കുന്ന, കുട്ടികളൊന്നും ആയില്ലേ, എന്ത് കല്യാണം കഴിച്ച് ഒരാഴ്ച ആകുമ്പോഴത്തേനും കുട്ടിയാവും, ഇത് എന്തത് മെഷീനോ? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്കറിയാമല്ലോ നമുക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നത്, നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിൻ്റെ ഒരു ബോധം ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ കല്യാണം കഴിക്കാനും പോണത്. ഇതൊരുമാതിരി പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ കെട്ടി ഉടനെ തന്നെ പിള്ളേരും വേണം, എല്ലാം അങ്ങ് പ്രാരാബ്ധമായി നിറച്ച് ജീവിതം എന്താന്ന് പോലും ജീവിക്കാതെ അങ്ങ് മരിക്കുക, അത്രയല്ലേ ഉള്ളൂ അത്. എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല കേട്ടോ, സത്യം പറയാലോ. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമുള്ളപ്പോൾ മറ്റേ കല്യാണം കഴിക്കണം, എനിക്കിഷ്ടമുള്ളപ്പോൾ ഒരു കുഞ്ഞ് വേണം തോന്നുമ്പോൾ, ഞങ്ങൾ റെഡി ആവുമ്പോൾ ഒരു കുഞ്ഞ് വരണം. അല്ലാതെ കൊച്ചിന് വേണ്ടിയിട്ട്, കൊച്ചുണ്ടാവാൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരോട് താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ എബ്രോഡൊക്കെ പഠിക്കാൻ വരുന്ന ഒരാളാണ്, ഞാനിപ്പോൾ നാട്ടിലല്ല പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ തന്നെ നമ്മുടെ ഈ ഫാമിലിയിൽ നിന്നും കുടുംബക്കാരും അവരും ഇവർക്കും ഒക്കെയുള്ള ഒരു പ്രശ്നമാണ്, ഓ അവളെ അത്രയും പൈസ കൊടുത്താൽ പഠിപ്പിക്കുന്നത്, അത്രയും പൈസ കൊടുത്ത് എന്തിനാണ് പെൺകുട്ടീനെ പഠിപ്പിക്കണേ, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ കെട്ടിച്ച് വിടായിരുന്നില്ലേ. കെട്ടിച്ചിട്ട് എന്നാ ഉണ്ടാക്കാനെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. കെട്ടിച്ചിട്ട് ഇവർ എന്ത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്? ഇപ്പം ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ടും പുറത്ത് വരുന്നതുകൊണ്ടും എനിക്ക് 4 ആൾക്കാരെ കുറിച്ച് അറിയാം, എനിക്ക് 4 ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പല പല ലൈഫ് സ്റ്റൈലുകളൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാത്തിനും പറ്റുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ അഹങ്കാരിയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, പറയൂ പറയൂ. എനിക്കിപ്പോൾ അത്രേ ഉള്ളൂ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഓ അവരെന്നെക്കുറിച്ച് എന്ത് പറയും, അയ്യോ അവരെന്നെക്കുറിച്ച് എങ്ങനെ വിചാരിക്കും, ഞാൻ ആ ഡ്രസ്സ് ഇട്ടാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഒരു തേങ്ങയില്ല. വിചാരിക്കുന്നവർ വിചാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിനിയിപ്പോൾ 24/7 വല്ല സാരി ഉടുത്ത് അല്ലെങ്കിൽ വല്ല പർദ്ദയിട്ട് നടന്നാലും നിങ്ങളെ പറയേണ്ടവർ നിങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവനവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്ന് വെച്ചിട്ട് എല്ലാവരും പോയി തുണി അഴിച്ച് നടക്കണമെന്നല്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു മോഡേൺ വെയർ ആണ് ഇടാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇടുക. സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമുള്ളവർ സ്ലീവ്ലെസ് ഇടുക, ഷോർട്ട് ഡ്രസ്സ് ഇടാൻ താല്പര്യമുള്ളവർ അത് ഇടുക. അങ്ങനെ എങ്ങനത്തെ ഡ്രസ്സാണെന്ന് വെച്ചാൽ അവനവന് കംഫർട്ടാണോ, അവനവനത് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമുക്ക് നമ്മളെ തന്നെ മിററിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ, ഓ ഇതെനിക്കിട്ട് കൊള്ളാം എന്നുള്ളൊരു സാധനം തോന്നിയാൽ തന്നെ നിങ്ങൾക്കത് വെയർ ചെയ്യാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതില്ലാതെ മറ്റുള്ളവരുടെ പെർമിഷൻ വാങ്ങി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി എത്ര കാലം നമ്മൾ ജീവിക്കും? എന്താന്ന് പറഞ്ഞാലും ഒരു ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും, അല്ലേ? ആരും ചിരഞ്ജീവിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാൻ പോകണമെന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു ദിവസം മരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ മരിക്കുന്നത് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെയാണ് നമ്മൾ ജീവിച്ചത് എന്നുള്ളൊരു സന്തോഷത്തിലെങ്കിലും നമുക്ക് മരിക്കാം. അല്ലാതെ ജീവിതകാലം മൊത്തം മറ്റുള്ളവരുടെ എന്താ പറയുക, ഒരു ചരടിൽ കളിക്കുന്ന പാവ പോലെയല്ലേ നമ്മൾ ലൈഫ് പോകുന്നത്. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കേട്ടോ, എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടത്തിനകത്ത് ജീവിക്കാൻ പറ്റണം. അതുതന്നെയാണ് എനിക്ക് ഏറ്റവും എന്താ പറയുക, ഒരു ലക്ഷറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന സാധനം അതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ബേസിക് റൈറ്റ് ആണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരും കാരണം ആ ഒരു സാധനം തന്നെ നമ്മൾ ലക്ഷറി സെറ്റപ്പിലായിട്ടാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം നമുക്കത്
നമ്മളത് ഇഷ്ടമുള്ളത് ചെയ്ത് തുടങ്ങിയാണ്ടല്ലോ പിന്നെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തിരിച്ച് പോകാൻ തോന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് കിട്ടും. നമുക്കൊരു അതിനോടൊരു ഇഷ്ടം തോന്നും. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഒരു പ്രൗഡ് ഫീലൊക്കെ തോന്നും. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് അവനവന് ഇഷ്ടമുള്ളത് ചെയ്യുക. ഓക്കെ. പിന്നെ പെൺപിള്ളേരോട് പ്രത്യേകിച്ചും പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോവുക. ഒന്നും വേണ്ട, നിങ്ങൾക്ക് തുണിക്കടയിൽ തുണി മടക്കി വയ്ക്കാനുള്ള ജോലിയാണെങ്കിൽ പോലും നിങ്ങൾ പോവുക. അതിന് മോശം ജോലിയൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ. കാരണം അതിനത്ര വലിയ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആവശ്യമില്ലാത്തൊരു ജോലിയാണ്. പിന്നെ വലിയ പ്രശ്നമില്ല. പക്ഷെ നല്ല പണിയുണ്ടാവും കേട്ടോ, സത്യം പറയാലോ. നല്ല പണിയുണ്ട്. അതിപ്പോൾ എല്ലാ ജോലിക്കും നല്ല പണിയുണ്ട്. പക്ഷെ നമുക്കൊരു ഏണിങ്സും കിട്ടും. നമുക്കിപ്പോൾ എന്ത് ജോലിക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, നിങ്ങൾ തൊഴിലുറപ്പിനോ തുണിക്കടയിലോ വല്ല ഫാൻസി കടയിലോ അങ്ങനെ എന്തിനു വേണമെങ്കിലും പൊക്കോളൂ. പക്ഷേ എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കുക. പിന്നെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ നല്ലപോലെ പഠിക്കുക, കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചോളുക. ഓക്കെ. ഹാർഡ് വർക്ക് എന്തായാലും ഒരിക്കലും നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യും. ഓക്കെ. നിങ്ങളത് എന്തായാലും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല ജോലി കണ്ടുപിടിക്കുക. നമ്മുടെ ഫാമിലിക്ക് തന്നെ നമ്മളായിരിക്കണം അവരുടെ ആ ഒരു പ്രൗഡ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ നമ്മൾ എത്തിയാണ്ടല്ലോ, നിങ്ങളെ ഇൻസ്പയർ ആയിട്ട് വരുന്ന ഒരുപാട് പിള്ളേർ പിന്നെ വരും. ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെയുണ്ട്. ഞാനാണ് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ട് അബ്രോഡ് വന്നിട്ടുള്ളൊരു പെൺകുട്ടി എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനാണ് എൻ്റെ അപ്പൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ട് അബ്രോഡ് വന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ എന്നെ കണ്ടിട്ട് അല്ലെങ്കിൽ എന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ആ ചേച്ചി പോയല്ലോ അല്ലെങ്കിൽ അവൾ പോയല്ലോ അതുകൊണ്ട് എനിക്കും പോകണം എന്നുള്ള പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം. അല്ലെങ്കിൽ അവർ പോയിട്ട് അവർ സക്സസ് ആയല്ലോ എന്നുവെച്ചാൽ ഞാൻ അത്ര വലിയ സക്സസ്ഫുൾ ആയിട്ടൊന്നുമില്ല, ഞാനിപ്പോഴും അതിനുള്ള ജേണിയിലാണ്, ഞാൻ അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ സക്സസ് ആകും. അപ്പോൾ അതേപോലെ എന്താ പറയുക, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ ഏൺ ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ആൾക്കാരായിട്ട് നിങ്ങൾ എന്തായാലും അതിനു വേണ്ടി നിങ്ങൾ നല്ലോണം പ്രയത്നിക്കണം. കാരണം കയ്യിൽ 10 പൈസയില്ലാതെ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് എനിക്കൊരു ഇന്നർ വെയർ വാങ്ങണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു പാഡ് വാങ്ങണമെങ്കിൽ പോലും വേറൊരാളിലും ഇല്ല. അതിപ്പം വീട്ടിലാരോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, അവരുടെ മുന്നിൽ പോയിട്ട് എനിക്കൊരു 20 രൂപ തരുമോ അല്ലെങ്കിൽ എനിക്കൊരു 30 രൂപ തരുമോ എനിക്കൊരു പാഡ് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് നിങ്ങൾ പോവുക, നല്ലോണം ഏൺ ചെയ്യുക. പിന്നെ ആരുടെയും മുന്നിൽ ഒന്നും പ്രൂവ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളിപ്പോൾ വല്ലതും പണിക്ക് പോകുന്ന കുഞ്ഞു ആൾക്കാർ പറയും, ഓ കണ്ടോ അവളൊക്കെ പണിക്ക് പോവുക അത്ര, ഇപ്പോൾ നമുക്ക് വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ ഇതിന് പണിക്കൊക്കെ പോകേണ്ടത്, അവളുടെ കെട്ടിയ നല്ലോണം സമ്പാദിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്കെന്താ, നമ്മുടെ ഫാമിലിയിലേക്ക് തന്നെയാണ് ആ എമൗണ്ട് വരുന്നത്. പക്ഷേ അവരുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഒരു പൈസ വേണമെന്ന്, എനിക്ക് 500 രൂപ വേണമെന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും അത് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ നമ്മളവരോട് റീസൺ പറയും. അപ്പോൾ അവർ ഇതിന് വേണ്ടി ഇപ്പോൾ 500 രൂപയുടെ ആവശ്യമുണ്ടോ, അതുപോലെ വില കുറഞ്ഞത് വാങ്ങിയാൽ പോരെ എന്ന് പറയുമ്പോൾ അതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു സാധനം വാങ്ങി എന്നിട്ട് നമ്മളെപ്പോഴേലും മറ്റൊരാൾക്കത് ഗിഫ്റ്റ് ചെയ്യാനായാലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങുന്നു. അല്ലെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, നമ്മൾ കടയിൽ പോയി, നമ്മൾ ചുമ്മാ കടയിൽ പോയി ഒരു ഡ്രസ്സ് കണ്ടു ഇഷ്ടപ്പെട്ടു, ഓക്കെ, ഒന്നും നോക്കാതെ വാങ്ങാൻ പറ്റുന്നത് അത് ഭയങ്കര ഒരു ലക്ഷറിയാണ്. എൻ്റെ ഒരു ഭയങ്കര ഡ്രീമായിരുന്നു എനിക്ക് പൈസ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതൊരു ദിവസമെങ്കിൽ ഒരു ദിവസം പോയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങണം അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വാങ്ങണം എന്നുള്ളത്. പക്ഷെ ഇപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ നോക്കാത്ത ഒരു ഡ്രസ്സിനൊക്കെ എനിക്ക് ഒന്നിന് 10 ഡ്രസ്സ് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി എനിക്കിപ്പോൾ ആയിട്ടുണ്ട്. സോ അതേപോലെ നിങ്ങൾക്കും പറ്റും, അതിന് മേളിൽ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ. സോ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, ആരെക്കൊണ്ടും നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ആരുടെയും കാലിൽ കൊണ്ട് അടിയറവ് വെക്കാതിരിക്കുക. പിന്നെ ഹൗസ് വൈഫായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവർ ഓക്കെ, അത് നല്ലൊരു പരിപാടി തന്നെയാണ്. ഹൗസ് വൈഫായിട്ട് ജീവിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങൾ ചെയ്ത് ജീവിക്കുക. നിങ്ങൾക്ക് ഈ ഹൗസ് വൈഫ് ആയിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യങ്ങളുണ്ടാവും, അത് ചെയ്യുക. ചിലപ്പോൾ ഭയങ്കര ഈ ഹോബീസ് ഉണ്ടാവും പലർക്കും, ഈ ക്രാഫ്റ്റ്, ഡാൻസ്, പാട്ട്, അങ്ങനെ പലതും ഉണ്ടാവും. അതിനൊക്കെ പോവുക. ലൈക്ക് ജീവിതം അടുക്കളയുടെ ഉള്ളിലും വീടിൻ്റെ ആ ഒരു 4 ചുമരിൻ്റെ ഉള്ളിലും ആയിട്ട് ഒതുക്കി തീർക്കാതെ പുറം ലോകം കണ്ട് എല്ലാം ആസ്വദിച്ച് ജീവിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.